വേഗം വന്ന് ഇന്നത്തെ വിശേഷം കണ്ടാലോ? ഇല്ലല്ലോ, ഞാൻ മക്ക് പറഞ്ഞില്ലല്ലോ കുഞ്ഞാപ്പിയെ. തലയിട്ട് തരട്ടെ, തലയിട്ട് തരട്ടെ. എന്താ തുത്തിക്ക് തലയിട്ടുണ്ടായോ? വെളി പോ. ഇടിയപ്പം തരട്ടെ, ഇടിയപ്പം തരട്ടെ. എന്തിനെങ്ങനെ നാളത്തെ കാലം നന്ദപ്പൻ എന്തിനാ കരയുന്നതെന്ന് അറിയത്തില്ല. ഞാൻ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയായിരിക്കും. അച്ഛനൊക്കെ കൊടുത്ത് ബാക്കിയുള്ള കറിയെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അവളെ പോയി എടുക്കാം. പിന്നെ നന്ദുവിനെ എടുത്തിട്ട് അവൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ ആദ്യം പോയി കസേര ഇരുന്ന് പിന്നെ അവളെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുമാതിരിയൊക്കെ വിളിച്ച് അവൾ വന്ന് അവളിരുന്നപ്പം കരഞ്ഞുകൊണ്ട് അവൾക്ക് ഞാൻ എന്തായാലും ഫോൺ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് മടിച്ചിങ്ങനെ ഫോൺ കൊടുക്കാൻ. ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ അതൊരു അഡിക്റ്റും ആവും. പിന്നെ അവരതില്ലാതെ ഫുഡ് കഴിക്കത്തുമില്ല. പിന്നെ ഇന്ന് സോനു എന്നോട് അവിടെ നിന്ന് ഒന്ന് കൊടുക്കടി, അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് അതുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാമെന്ന് തീരുമാനിച്ച് ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ്. പക്ഷെ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത്രയും നേരം കരഞ്ഞിട്ട് പെട്ടെന്ന്, അങ്ങനെയല്ലേ നമുക്കായാലും പെട്ടെന്ന് നമ്മൾ അങ്ങനെ അമ്മയുടെ അച്ഛനോട് ഓരോ കാര്യങ്ങൾക്കൊക്കെ കരഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നമുക്കത് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും. അവളും ഹാപ്പിയാണ്. ഇത് അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം, എന്നാലും പിന്നെ അവൾ കഴിക്കട്ടെ എന്ന് ഓർത്ത് ഇന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ കഴിക്കാൻ വെച്ച് തന്നിട്ടേ കഴിക്കത്തുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു. പിന്നെ കഴിക്കാമെന്നുള്ള തീരുമാനത്തിൽ അത് കൊടുത്തു. പിന്നെ അവൾ കഴിച്ചു. പിന്നെ അവളെ കഴിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. എരിയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉരുള കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന്, എന്നാലും ഞാൻ അവളെ കഴിപ്പിച്ച്. 1 മണിക്കൂറുള്ള കാര്യമാണ് നിങ്ങൾ ഈ ഒരു 2-3 സെക്കൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര നേരത്തെ പ്രയത്നമായിരുന്നെന്നറിയാം ഇവൾ കഴിക്കാൻ. അങ്ങനെയൊക്കെ ഫുഡെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതായതുകൊണ്ട് ഞാൻ ആ ഒരു ബോട്ടിൽ നിറയെ വെള്ളം എടുത്തു കൊടുത്തു. അങ്ങനെ നന്ദപ്പനെ കുളിപ്പിച്ചു എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് മീൻ വെട്ടാനായിട്ട് കയറിയത്. നമ്മുടെ വെളിയിലാണെങ്കിൽ കുഴി എടുത്തിട്ടേക്കുന്നതുകൊണ്ട് വെളിയിരുന്ന് വെട്ടാനുള്ള ഒരു പാടാണ്. അത് ഞാൻ കാണിച്ചു തരാവേ. അതുകൊണ്ട് ഞാൻ വീടിനകത്ത് തന്നെ നമ്മുടെ അടുക്കളയിൽ, വലിയ അടുക്കളയിൽ തന്നെ നിന്നാണ് മീനെല്ലാം വെട്ടിയത്. മത്തിയാണ് കിട്ടിയത്. മത്തി കിട്ടിയതുകൊണ്ട് അറിയാമല്ലോ, ചിലയിടത്ത് ചാള, ചിലയിടത്ത് പുകാചാരം പോലെ ഇവിടെ മത്തിയാണെങ്കിൽ ഞാൻ സ്പീഡിൽ വെട്ടുവാണ്. ഈ സ്പീഡിട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ വിചാരിക്കും എന്തൊരു സ്പീഡാണെന്ന്. എനിക്ക് ഇത്രയും സ്പീഡൊന്നുമില്ല. പിന്നെ താണ്ട കണ്ടില്ലേ ഈ കുഴി എടുത്തിട്ടേക്കുന്നത്. ഇത് നമ്മുടെ ടാങ്ക്, മേലിരിക്കുന്ന കറുത്ത ടാങ്ക് നേരത്തെ കുഴിച്ചിട്ട് അടിഭാഗം പൊട്ടിയതുകൊണ്ട് വെള്ളം നിൽക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് അത് മേളിൽ ഇറക്കിയിട്ട് പുതിയ ടാങ്ക് താഴെ കുഴിയിലോട്ട് തന്നെ ഇറക്കി വെച്ചേക്കുക. പൈപ്പ് കണക്ഷൻ ഇതുവരെ കൊടുത്തില്ല, കാരണം ഇവിടെ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കിണറ്റിൽ നിന്നാണ് ഇപ്പോൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു തെങ്ങ്. നമുക്ക് തേങ്ങ ഇല്ലെങ്കിൽ ഞാൻ ചെന്ന് രാത്രിയിൽ നമ്മുടെ തെങ്ങിൻ്റെ അവിടെ ചെന്നിട്ട് പറയണം നമുക്ക് തേങ്ങയില്ല, എനിക്കൊരു തേങ്ങ തരുമോ, എനിക്കൊരു തേങ്ങ നാളത്തേക്ക് അരയ്ക്കാൻ തരണേ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ തേങ്ങ വീഴും. ഈ തേങ്ങ അയ്യത്ത് വീണയാണ് അച്ഛനാ എടുത്ത് മുറ്റം വരെ കൊണ്ടിട്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞ തേങ്ങ നമുക്ക് എടുത്തിട്ട് തേങ്ങാ വെള്ളമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ഞാനും നന്ദുവും കൂടാണ് തേങ്ങ പൊതിക്കാൻ നിൽക്കുന്നത്. നന്ദുവിന് ഭയങ്കര ഇഷ്ടം ഈ സാധനം മേളോട്ടാക്കാൻ. പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ കൈ വല്ലതും മുറിയുമോ. അപ്പോൾ ഞാൻ വഴക്കിട്ടപ്പോൾ അവളോട് ഞാൻ അവളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ അങ്ങ് ആക്കിത്താ, നീ എന്നാൽ പൊതിച്ചതാന്നൊക്കെ
അവളെ കൊണ്ട് നടക്കത്തില്ലല്ലോ അത്. ഞാൻ പിന്നെ പെട്ടെന്ന് അതെല്ലാം പൊതിച്ചിട്ട് പറഞ്ഞു തേങ്ങാവെള്ളം തരാം, നീ അത് കമ്പിപ്പാരയാണ് നമ്മളെപ്പോഴും പിള്ളേരുള്ളിടത്ത് സൂക്ഷിക്കണം. എന്നിട്ട് ഞാൻ വെട്ടൂത്തി എടുത്തുകൊണ്ട് കണ്ട് ഇറങ്ങുവാണേ അതൊന്ന് പൊട്ടിക്കാൻ നോക്കി. നമുക്ക് വെളിയിൽ നിന്നിങ്ങനെ തേങ്ങാവെള്ളം കുടിക്കുമ്പോൾ ഒരു ഭയങ്കര രുചിയല്ലയോ. അപ്പോൾ അതിനുവേണ്ടി നിന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണെന്നറിയാമോ, തേങ്ങ ഉണക്കലായി പോയി, അതിനകത്ത് യാതൊന്നും കണ്ടില്ല, തേങ്ങ മാത്രമേ ഉള്ളൂ. വെള്ളം വറ്റിയ തേങ്ങയാണ്. എനിക്ക് നന്ദു ഞങ്ങൾ ചമ്മിപ്പോയി കയറിയേ. നമ്മളാണെങ്കിൽ മീൻ പീര വെക്കാൻ വേണ്ടിയാണ് ഞാനപ്പം കുറച്ച് തേങ്ങാ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് മിക്സിക്കകത്തിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ച് അരച്ച് പെട്ടെന്ന് നമ്മെ അതുകൊണ്ട് തിരുമണ്ടി വന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അരവ് കൂടുന്നുണ്ടോ നോക്കിയാൽ മത്തി പീര പറ്റിക്കാൻ ഒരു കണക്കുണ്ടല്ലോ, ആ കണക്കിന് അരയ്ക്കണം. ഒരുപാട് അരഞ്ഞു പോയാലും രസം കാണത്തില്ല കഴിക്കാൻ. അരയാതിരുന്നാലും ഇങ്ങനെ നമുക്കൊരുമാതിരി ചതഞ്ഞ് കിട്ടിയാൽ മതിയേ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കാന്താരിമുളകും കൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഞാൻ അങ്ങനെ വെളിയിൽ പോയിട്ട് കുറച്ച് പുളി, നമ്മുടെ വീട്ടിൽ തന്നെ ചീമപ്പുളി ഉണ്ട്, ചീമപ്പുളി ആദ്യം എടുത്തിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കഴുകണം എന്നാണ്. ഞാൻ കുറച്ച് പച്ചവെള്ളത്തിലാണ് കഴുകിയത് കേട്ടോ. സ്മെല്ലും കാര്യങ്ങളൊന്നും വന്നില്ല, കുഴപ്പമില്ലായിരുന്നു, പിടിച്ചിരിക്കാം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ. പിന്നെ നല്ല കാന്താരിമുളക് അതൊന്ന് ചതച്ചിടുന്നതിന് വരെ ഞാൻ ഒന്ന് ഞെറുക്കി ഇട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാട്ടൊക്കെ വെച്ച് കേട്ട് നമ്മൾ പാചകം ചെയ്യാൻ ഒരു പ്രത്യേകത നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണം. കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ നമുക്ക് പണി കഴിയുന്നത് പോലെ തോന്നാറുണ്ട് എനിക്ക്. കൊച്ചുള്ളിയാണ് ഇട്ടത്, സവാളയ്ക്ക് പകരം കൊച്ചുള്ളി. അതും കൂടെ ഞാനിങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കഴുകി വാരി അരിഞ്ഞതിനകത്തിട്ടു. അങ്ങനെ ആ പണിയെല്ലാം ഒതുക്കാമെന്ന് വെച്ച് രാവിലെ നമുക്കെല്ലാം വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ബേഡായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് ആകെയുള്ളൊരു പ്രത്യേകത. ഞാൻ നോക്കിയിട്ട് എൻ്റെ സ്പീഡരിയിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും സ്പീഡിലിട്ടത് കൊണ്ടാണ് ഇത്രയും സ്പീഡ് കാണിക്കുന്നത്, അല്ലാതെ ഇത്രയും സ്പീഡിൽ പറ്റുമോ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും കുറച്ച് വെള്ളവും എല്ലാം കൂടി ഇട്ട് ഉപ്പെല്ലാം കൂടി ഇട്ട് നല്ലപോലെ തിരുമ്മി നമ്മൾ അടപ്പയിലോട്ട് വെക്കണേ. പിന്നെ ഞാൻ ആദ്യം ഇങ്ങനെ കടുക് പൊട്ടിക്കുകയോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. നമ്മളെല്ലാം കൂടെ മൊത്തത്തിൽ തിരുമ്മി എടുത്ത് ഉപ്പും ഇട്ട് പുളിയും ഇട്ട് സവാള കൊച്ചുള്ളി പിന്നെ അങ്ങനെ ഐറ്റംസ് എല്ലാം ഇടുക. അങ്ങനെ അങ്ങോട്ട് വെക്കുന്നുണ്ട്. പീര പറ്റുമെന്ന്. അപ്പോൾ കുറച്ച് ലേശം വെള്ളം ഉണ്ട്. ഞാനാണെങ്കിൽ നല്ല തോരൻ പരുവാണ് എടുക്കുന്നത്. അപ്പം കുറച്ച് നേരം തുറന്ന് വെച്ച് വെള്ളം വറ്റാൻ നോക്കി. പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങണം. കാരണം നമ്മൾ അടുത്ത് നിൽക്കാതെ തുറന്ന് വെച്ചാൽ എന്തെങ്കിലും വീണാലോ. പിന്നെ നന്ദുവിനെ കൊണ്ടുവിടേണ്ട സമയമായി. അത് ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി നന്ദപ്പനെ കൊണ്ടുവിടാൻ വേണ്ടി നന്ദപ്പനെ അംഗനവാടി വിടാൻ റെഡിയാക്കി ഇരിപ്പുണ്ട്. കൊണ്ടുവിട്ടതിന് ശേഷം നമ്മുടെ സ്വന്തം കുളത്തിലോട്ടാണ് വന്നത്. അയ്യോ എന്ത് രസമാണെന്നറിയാം. നിങ്ങൾ കുളത്തിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഒരു ഭംഗിയും. അതുപോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു കാലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ ഭയങ്കര മീനാണ്. മീനെല്ലാം വന്ന് കാലം അങ്ങ് കൊത്തുമല്ലോ, കടിക്കുവാണോ കൊത്തുവാന്നോ എന്തൊക്കെയോ മീനിൻ്റെ വക മീൻ കണ്ടില്ലോ, നിറച്ച് മീനാ. നമ്മൾ കാലിടുകയും അവരെല്ലാം വരും. അയ്യോ എന്ത് രസമാണ്. എന്നും കുളത്തിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ. ഇപ്പം നമ്മുടെ വീട്ടിലെ ആ ടാങ്കിൻ്റെ പണി കാരണമാണ് തുണി കഴുകാൻ ഇപ്പോൾ കുളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അണ്ണം പിന്നെ എന്നെക്കാട്ടി മുമ്പേ എടുത്ത് ചാടി. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു തന്നെ കേട്ടോ. പിന്നെ ഞാൻ തുണിയെല്ലാം കഴുകി കൊണ്ടുവന്ന് പിന്നെ ഞാൻ ഓർത്ത് കുറേ പുളി നിൽക്കുന്നു, കുറച്ചെടുത്ത് അച്ചാറിടാ എന്ന് വിചാരിച്ചേ. പണ്ട് ഇവിടെ ഇങ്ങനെ ഈ ചീമപ്പുളിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ വീടിൻ്റെ കനാലിൻ്റെ സൈഡിലെ വീട്ടിൽ നിന്നൊക്കെയാണ് പണ്ട് ഇങ്ങനെ ചീമപ്പുളി എടുത്തുകൊണ്ട് വരുന്നത്. ഇപ്പോഴാണെങ്കിൽ അമ്മ ഇത് നട്ട് കിളിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ നട്ട് കിളിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറി ആയാലും കാര്യങ്ങളായാലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് കഴിക്കാം. ആരോഗ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അസുഖം വരാൻ എളുപ്പമാണ്, അസുഖം മാറ്റാനാണ് എപ്പോഴും പാട്. അതുകൊണ്ട് അത്യാവശ്യം പച്ചക്കറികൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. എല്ലാവർക്കും ബൈ.